ഹായ്, ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അത് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. ആ മുട്ട നന്നായിട്ട് പൊടിയിൽ ചേരുന്ന പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ പൊടിയൊന്ന് നമ്മൾ ശരിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രം എടുക്കാം. നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇതിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറിയൊരു സവാളയുടെ പകുതി നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക അതിലോട്ട്. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, കുറച്ച് മാത്രം മല്ലിയില ചെറുതായി അരിഞ്ഞെടുത്ത് ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവെടുത്ത് ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കണം. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോ ആ ഒരു ബോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അതിന് മുകളിലൂടെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫോൾഡ് ചെയ്യണം. ഇനി ഇത് റൗണ്ട് ഷേപ്പിലല്ല, ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഒരെണ്ണം നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്, ബാക്കിയും കൂടെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ, അതൊന്ന് ചുട്ടെടുക്കാൻ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കി വെച്ച പറാത്ത ഇതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമുക്കിത് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കിത് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ തീയിലിട്ട് വേവിക്കാട്ടോ, അതിൻ്റെ ഉള്ളിൽ ശരിക്ക് വെന്ത് കിട്ടണം നമുക്ക്. അപ്പം ഇത് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. ബാക്കിയുള്ളത് കൂടെ നമുക്കിതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പൊ എല്ലാം ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എഗ് ബട്ടർ പൊറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ 4 മണിക്ക് ചായക്കൊപ്പമോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ ആയിട്ട് നമുക്കിത് കഴിക്കാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇത് ഉള്ളു ഭയങ്കര സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.